Good morning. Today we are going to discuss about photoperiodism. Photoperiodism and vernalization. Flowering marks the onset of the reproductive phase of a plant. It occurs only when the plant has completed its vegetative growth and has attained the maturity for flowering. ഫ്ലവറിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ തുടക്കത്തിനെയാണ് നമ്മൾ ഫ്ലവറിംഗ് എന്ന് പറയുന്നത്. അത് നടക്കുന്നത് ആ പ്ലാന്റ് അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലവറിങ്ങിനുള്ളൊരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Flower initiation begins with the formation of flower primordia or flower buds in the apical or lateral shoot meristems or in both. ഫ്ലവർ ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ഫ്ലവർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലോറൽ പ്രൈമോഡി അല്ലെങ്കിൽ ഫ്ലവർ പ്രൈമോഡി അല്ലെങ്കിൽ ഫ്ലവർ ബഡ്സ് എപ്പിക്കലോ ലാറ്ററൽ മെരിസ്റ്റത്തിലോ ഫോം ചെയ്തതിന് ശേഷമാണ് ഫ്ലവേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യുക. Some species of plants can bloom throughout the year, example tomato, cucumber, etc. But others produce flowers only during a specific season. നമുക്കറിയാം ചില സ്പീഷീസ് ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ചില സ്പീഷീസ് ഒരു സ്പെസിഫിക് സീസണിൽ മാത്രമാണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദ ആക്ച്വൽ കോസ് ബിഹൈൻഡ് ഫ്ലവർ ഇനീഷ്യേഷൻ ഇസ് നോട്ട് യെറ്റ് ഫുള്ളി അണ്ടർസ്റ്റുഡ്. ആക്ച്വലായിട്ട് ഫ്ലവർ ഇനീഷ്യേഷനുള്ള കോസ് എന്താണെന്നുള്ളത് ഫുള്ളി അണ്ടർസ്റ്റുഡ് അല്ല. However, two environmental factors are believed to control flowering. They are duration, quality and intensity of daylight and temperature. രണ്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മെയിനായിട്ട് ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡ്യൂറേഷൻ, ക്വാളിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഡേ ലൈറ്റ്. ഡേ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ, എത്ര ക്വാളിറ്റി ഓഫ് ഡേ ലൈറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ എത്ര ഇൻറ്റൻസിറ്റിയിൽ ഡേ ലൈറ്റ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ദ ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ഇസ് കോൾഡ് ഫോട്ടോപീരിയോഡിസം ആൻഡ് ദാറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് വെർണലൈസേഷൻ. ലൈറ്റിൻ്റെ ഇഫക്റ്റിന് നമ്മൾ ഫോട്ടോപീരിയോഡിസം എന്ന് പറയും, ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റിന് നമ്മൾ വെർണലൈസേഷൻ എന്നുമാണ് പറയുന്നത്. A light controlled development of flowering is generally called photomorphogenesis. ലൈറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഫ്ലവറിങ്ങിൻ്റെ ഫ്ലവർ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഫോട്ടോമോർഫോജെനസിസ് എന്ന് പറയുന്നത്. Photoperiodism. Photoperiodism is a response of a plant to the relative length of day and light. ഡേ ആൻഡ് ലൈറ്റിൻ്റെ റിലേറ്റീവ് ലെങ്ത്തിനോട് എങ്ങനെ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഫോട്ടോപീരിയോഡിസം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റെസ്പോൺസ് ഓഫ് ദ പ്ലാന്റ് ടു ദ റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് ലൈറ്റ്. ഡേ ആൻഡ് ലൈറ്റിൻ്റെ റിലേറ്റീവ് ലെങ്ത്തിനോട് എങ്ങനെ ഒരു പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഫോട്ടോപീരിയോഡിസം എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദ ഡേ ടൈം ഓർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ലൈറ്റ് പീരീഡ് ഇസ് കോൾഡ് ഫോട്ടോപീരിയഡ്. ഡേ ടൈമിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലൈറ്റ് പീരീഡിൻ്റെ ആ ഡ്യൂറേഷൻ, ആ ടൈമിനെയാണ് നമ്മൾ ഫോട്ടോപീരിയോഡ് എന്ന് പറയുന്നത്. ഫോട്ടോപീരിയഡ്. പ്ലാന്റ്സ് വിച്ച് എക്സിബിറ്റ് ഫോട്ടോപീരിയോഡിസം ആർ കോൾഡ് ഫോട്ടോപീരിയോഡിക് പ്ലാന്റ്സ്. ഫോട്ടോപീരിയോഡിസം അല്ലെങ്കിൽ ലൈറ്റിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് പീരീഡിന് റെസ്പോണ്ട് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ഫോട്ടോപീരിയോഡിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ദ ടേം photoperiodism was first used by Gardner and Allard for the responses of plants to photoperiods, especially for the flowering responses. ഫോട്ടോപീരിയോഡിസം എന്ന് പറഞ്ഞ ഫസ്റ്റ് യൂസ് ചെയ്ത് ഗാർണറും അലാർഡും കൂടെ കൂടിയിട്ടാണ് പ്ലാന്റ്സിന് ഫോട്ടോ പീരീഡിനോടുള്ള റെസ്പോൺസിനെ പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫ്ലവറിങ് റെസ്പോൺസിനോ പറയാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോപീരിയോഡിസം എന്ന് പറഞ്ഞ ടേം ഗാർണറും അല്ലാടും 1920 ആദ്യം യൂസ് ചെയ്തത്. Although flowering is best known example of photoperiodism, many other plant responses are controlled by photoperiods. ഫ്ലവറിംഗ് ആണ് ഫോട്ടോപീരിയോഡിസത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതെങ്കിലും പല റെസ്പോൺസുകളും ആക്ച്വലി ഈ ലൈറ്റ് പീരീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സം ഓഫ് ദം ആർ ബഡ് ഡോർമൻസി, ട്യൂബറൈസേഷൻ ഇൻ പ്ലാന്റ്സ് ലൈക്ക് പൊട്ടറ്റോ, ബൾബ് ഫോർമേഷൻ ഇൻ അണിയൻ, സൈമൾട്ടേനിയസ് ലീഫ് ഫോൾ ഇൻ ഡെസിഡുവസ് ട്രീസ് ആൻഡ് ദ ഡാർക്ക് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ആക്ടിവിറ്റി ഓഫ് മെനി സക്കുലൻറ്റ് പ്ലാന്റ്സ്. ആക്ച്വലി പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് മാത്രമല്ല, ലൈറ്റിൻ്റെ ഡ്യൂറേഷന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്നൊരു റെസ്പോൺസ്. ബഡിൻ്റെ ഡോർമെൻസി, ട്യൂബർ ഫോർമേഷൻ, പൊട്ടറ്റോ പോലുള്ള പ്ലാന്റ്സിനകത്ത് ട്യൂബർ ഫോം ചെയ്യുന്നത്, അതുപോലെ ഒണിയനകത്ത് ബൾബ് ഫോം ചെയ്യുന്നത്, സൈമൾട്ടേനിയസ് ആയിട്ട് ഡെസിഡിയസ് ട്രീസിനകത്ത് ലീഫ് ഫോൾ ചെയ്യുന്നത്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷൻ, ഡാർക്ക് സൈക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ്റെ ആക്ടിവിറ്റി സക്കുലൻ പ്ലാന്റ്സിൽ, ഇതെല്ലാം ആക്ച്വലി ലൈറ്റ് പീരീഡിൻ്റെ അല്ലെങ്കിൽ ഡേ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നടക്കുന്ന റെസ്പോൺസുകളാണ് പ്ലാന്റ്സിനകത്ത്. The role of photoperiodism in controlling flowering was demonstrated by Gardner and Allard in 1920
These workers noticed that a variety of tobacco, despite its profuse vegetative growth, failed to flower during summer. The same variety, when grown in a greenhouse during winter, produced flowers and fruits. ഫോട്ടോപീരിയോഡിസിൻ്റെ റെസ്പോൺസ് ഫ്ലവറിങ്ങിലുള്ള അതിൻ്റെ കൺട്രോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഫസ്റ്റ് ഗാർണറും അല്ലാഡും കൂടെ കൂടിയിട്ടാണ് 1920 ഈ വർക്കേഴ്സ് നോട്ടീസ് ചെയ്തത്. ഒരു വെറൈറ്റി ഓഫ് ടൊബാക്കോ അവരെടുത്തപ്പോഴാണ് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ടൊബാക്കോ നന്നായിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ സമ്മർ സീസണിൽ അത് ഒരിക്കലും ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ സെയിം വെറൈറ്റിയിൽ നമ്മൾ ഗ്രീൻ ഹൗസിനകത്ത് വിൻ്റർ സീസണിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Later, these workers concluded that the duration of light and dark periods within a 24-hour cycle has a significant effect on flowering, and also that the short day length is particularly important in controlling flowering in plants. ഈ വർക്കേഴ്സ് കൺക്ലൂഡ് ചെയ്ത് ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലൈറ്റിൻ്റെയും ഡാർക്ക് പീരീഡ്സിൻ്റെയും ഡ്യൂറേഷൻ ഒരു 24-hour സൈക്കിളിനകത്ത് ലൈറ്റ് എന്തോരം കിട്ടുന്നുണ്ട്, എത്ര എമൗണ്ട് ഓഫ് ഡാർക്ക് കിട്ടുന്നുണ്ട്, ഡാർക്ക് പീരീഡ് കിട്ടുന്നുണ്ടെന്ന് ഉള്ളത് ആക്ച്വലി ഫ്ലവറിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഡേ ലെങ്ത് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സിനകത്ത്. കൺട്രോളിങ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സിനകത്ത് ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. 3 classes of flowering plants they are identified based on their photoperiodic responses. They are short day plants, long day plants and day neutral plants. Photoperiodic responses അനുസരിച്ച് മെയിനായിട്ട് 3 types of flowering പ്ലാന്റ്സിനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ 3 classes of flowering പ്ലാന്റ്സിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. They are short day plants, long day plants and day neutral plants. ഫസ്റ്റ് കാറ്റഗറിയാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ആണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് അല്ലെങ്കിൽ SDP എന്ന് പറയും. These plants in which the flowering is induced by exposure to short day length or photo period which is shorter than the critical length. These plants require a cyclic exposure to short light periods and long dark periods. Example: chrysanthemum, coffee, cosmos, cotton, maize, paddy, sugarcane, tobacco, etc. ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഷോർട്ട് ഡേ ലെങ്ത്തിലോട്ട് നമ്മൾ എക്സ്പോസ് ചെയ്താൽ മതി, വിച്ച് ഇസ് ഷോർട്ടർ ദാൻ ദ ക്രിറ്റിക്കൽ ലെങ്ത്. ക്രിറ്റിക്കൽ ലെങ്ത്തിനേക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള ഷോർട്ട് ഡേ ലെങ്ത്തിലോട്ട് എക്സ്പോസ് ചെയ്താൽ മതി ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത്. ഈ പ്ലാന്റ്സിന് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ഷോർട്ട് ലൈറ്റ് പീരീഡും അതുപോലെ ലോങ് ഡാർക്ക് പീരീഡിലോട്ടുമാണ് ഈ പ്ലാന്റ്സിന് എക്സ്പോസ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിളാണ് ക്രൈസാന്തിമം, കോഫി, കോസ്മോസ്, കോട്ടൺ, മെയ്സ്, പാഡി, ഷുഗർകെയിൻ, ടൊബാക്കോ എക്സെട്ര. നെക്സ്റ്റ് കാറ്റഗറിയാണ് ലോങ് ഡേ പ്ലാന്റ്സ് അല്ലെങ്കിൽ LDP എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഇൻ വിച്ച് ദ ഫ്ലവറിംഗ് ഇസ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്പോഷർ ടു ലോങ് ഡേ ലെങ്ത് വിച്ച് ഇസ് ലോങ്ങർ ദാൻ ദ ക്രിറ്റിക്കൽ ലെങ്ത്. ലോങ് ഡേ ലെങ്ത്തിലൂടെ എക്സ്പോസ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് ക്രിറ്റിക്കൽ ലെങ്ത്തിനേക്കാൾ ലോങ്ങർ ആയിരിക്കണം ഈ ലോങ് ഡേ ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എക്സാമ്പിളാണ് റാഡിഷ്, ഷുഗർ ബീറ്റ്, ലെറ്റ്യൂസ്, ഓട്സ്, പീ എക്സെട്ര. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് ഓർ DNP. The plants in which the flowering is not influenced by the length of day or night, so they do not require a specific photo period for flowering. Example: tomato, cucumber, corn, balsam, etc. Now അത് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യുന്ന ആക്ച്വലി ലെങ്ത് ഓഫ് ഡേയോ നൈറ്റോ അല്ല, they require a specific photo period. They do not require a specific photo period. അവർക്കൊരു ഫോട്ടോ പീരീഡിൻ്റെ ആവശ്യമേ ഇല്ല ഫ്ലവറിങ്ങിന്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ടൊമാറ്റോ, കുക്കുംബർ, കോൺ, ബോൾസം എക്സെട്ര. ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ ഷോർട്ട് ഡേ പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു ഡാർക്ക് പീരീഡാണ് കൂടുതലായിട്ട് വേണ്ടത്, ലൈറ്റ് പീരീഡ് വളരെ കുറച്ച് മതി. ഡാർക്ക്നെസ് 16 hours ലൈറ്റ് പീരീഡ് 8 hours നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഫ്ലവർ ഇൻഡ്യൂസ് ചെയ്യും. ലോങ് ഡേ പ്ലാന്റ്സ് നോക്കി അവർക്ക് ലോങ് ഡേ ആണ് വേണ്ടത്. സോ ദാറ്റ് ഇസ് ലൈറ്റ് പീരീഡാണ് അവർക്ക് കൂടുതൽ വേണ്ടത്. 16 hours ഓഫ് ലൈറ്റ് പീരീഡും ഡാർക്ക്നെസ് കുറച്ചും 8 hours കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. അവർക്ക് ഡാർക്ക്നെസ് അവർ ആക്ച്വലി ഫോട്ടോ പീരിയോഡിന് റെസ്പോണ്ട് ചെയ്യില്ലാത്ത പ്ലാന്റ്സ് ആണ്. അവർക്ക് ഇത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് വേണമെന്ന് അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിക്കുന്നില്ലാത്ത പ്ലാന്റ്സ്. ഡാർക്ക്നെസ് 12 hours, ലൈറ്റ് പീരീഡ് 12 hours എന്ത് കൊടുത്താലും അവർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. സെയിം ഇത് തന്നെ കാറ്റഗറൈസ് ചെയ്ത് വേറൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കണം കേട്ടോ. Experiments performed using short day plants have revealed that it is a long and uninterrupted dark period which induces flowering in plants. ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് എക്സ്പെരിമെൻറ്റ്സ് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്
ലോങ് ആയിട്ടുള്ളതും അതുപോലെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഡാർക്ക് പീരീഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ലോങ് ആയിട്ടുള്ളതും അൺഇൻറ്ററപ്റ്റഡ്, ഇടയ്ക്ക് ലൈറ്റ് വരാണ്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമ്മൾ ഡാർക്ക് തന്നെ കൊടുക്കുകയാണ് എങ്കിൽ ആ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് വാസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഇൻറ്ററപ്റ്റിംഗ് ദ ലൈറ്റ് ആൻഡ് ഡാർക്ക് പീരീഡ്സ്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലൈറ്റും ഡാർക്ക് പീരീഡ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. The interruption of light period by darkness had little or no effect, whereas the interruption of long dark period by even a brief flash of light inhibits flowering. നമ്മൾ ലൈറ്റ് പീരീഡിനകത്ത് ഡാർക്ക്നെസ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ലിറ്റിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ ഈ ലോങ് ആയിട്ടുള്ള ഡാർക്ക് പീരീഡിന് ഇടയ്ക്ക് ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് നമ്മൾ കൊടുത്താൽ പോലും ഫ്ലവറിങ്ങിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഷോർട്ട് ഡേ പ്ലാന്റ്സിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ലോങ് ആയിട്ടുള്ളതും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടും ഡാർക്ക് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറയണത്. ലൈറ്റ് പീരീഡിനകത്ത് കുറച്ച് നേരം നമ്മൾ ഡാർക്ക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലവറിങ്ങിന് വലിയ റോളൊന്നുമില്ല ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത്. പക്ഷേ ആ ഡാർക്ക് പീരീഡിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് കിട്ടിയാൽ പോലും ഫ്ലവറിങ് ഇൻഹിബിറ്റഡ് ആയി പോകുമെന്നാണ് പറയുന്നത്. Thus it appears that short day plants respond to long nights which are longer than the critical dark period. അപ്പോൾ ഷോർട്ട് ഡേ പ്ലാന്റ്സ് ലോങ് നൈറ്റ്സിനാണ് റെസ്പോണ്ട് ചെയ്യണത്, വിച്ച് ഇസ് ലോങ്ങർ ദാൻ ദ ക്രിറ്റിക്കൽ ഡാർക്ക് പീരീഡ്. ക്രിറ്റിക്കൽ ഡാർക്ക് പീരീഡിനൊക്കെ ലോങ്ങർ ആയിട്ടുള്ള ലോങ് നൈറ്റ്സ് ആണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. സിമിലർലി ലോങ് ഡേ പ്ലാന്റ്സ് റെസ്പോണ്ട് ടു ഷോർട്ട് നൈറ്റ്സ് വിച്ച് ആർ ഷോർട്ടർ ദാൻ ദ ക്രിറ്റിക്കൽ ഡാർക്ക് പീരീഡ്. ലോങ് ഡേ പ്ലാന്റ്സ് ഷോർട്ട് നൈറ്റ്സിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ഷോർട്ടർ ദാൻ ദ ക്രിറ്റിക്കൽ ഡാർക്ക് പീരീഡ്. ക്രിറ്റിക്കൽ ഡാർക്ക് പീരീഡിനേക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള ഷോർട്ട് നൈറ്റ്സ് ആണ് കൂടുതലായിട്ടും ലോങ് ഡേ പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുക. അതായത് നമുക്ക് ഷോർട്ട് ലൈറ്റ് മതി. Thus short day plants are more aptly called long night plants and long day plants are called short night plants. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഡേ പ്ലാന്റ്സിന് നമുക്ക് ലോങ് നൈറ്റ് പ്ലാന്റ്സും പറയാം. ഷോർട്ട് ഡേ എന്ന് പറയുമ്പോൾ അവർക്ക് ലൈറ്റ് പീരീഡ് കുറച്ച് മതി, അത് തന്നെയാണ് നമ്മൾ. അപ്പോൾ ഡാർക്ക് പീരീഡാണ്, അപ്പം നമുക്ക് ലോങ് നൈറ്റ് പ്ലാന്റ്സും പറയാം. അതുപോലെ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈറ്റ് കൂടുതൽ വേണ്ടത്, ഡേ ലെങ്ത് കൂടുതൽ വേണ്ട, അവരെ നമുക്ക് ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. Photoperiodic flowering responses are genetically determined and the interaction between auxins, gibberellins and cytokinins. ഫോട്ടോപീരിയോഡിക് ആയിട്ടുള്ള ഫ്ലവറിങ് റെസ്പോൺസസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. അത് ആക്ച്വലി ഓക്സിനും ഗിബറിലും സൈറ്റോകൈനും പോലുള്ള ഗ്രോത്ത് ഹോർമോൺസിൻ്റെ ഇൻട്രാക്ഷൻ വഴി ഡെവലപ്പ് ചെയ്തതാണ്. However, they can be artificially modified to produce new varieties which can respond to changing photoperiods and bloom in the different months of the year. ഇങ്ങനെയുള്ള ഫോട്ടോ പീരിയോഡിക് ഫ്ലവറിങ് റെസ്പോൺസ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് മോഡിഫൈ ചെയ്ത് പുതിയ വെറൈറ്റീസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അവർ ചേഞ്ചിങ് ആയിട്ടുള്ള ഫോട്ടോ പീരിയോഡ്സിനകത്ത് ബ്ലൂം ചെയ്യുക അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മന്ത്സ് ഓഫ് ദി ഇയറിൽ ബ്ലൂം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. Efforts to produce day neutral varieties of plants are in progress. Day neutral varieties of plants പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫേർട്സ് നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഇൻസെൻസിറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രൈസാന്തിമം ഹാവ് ഓൾറെഡി ബീൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. ലൈറ്റിന് റെസ്പോണ്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഡേ ന്യൂട്രൽ ആയിട്ടുള്ള ക്രൈസാന്തിമം വെറൈറ്റീസ് ഓൾറെഡി നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗവിലുള്ളത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. Now coming on to the flowering behavior of short day plants. The flowering response of short day plants is different in different lengths of dark period. Different length of dark period നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഷോർട്ട് ഡേ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് റെസ്പോൺസുകളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഡിപ്പെൻഡ്സ് മച്ച് ഓൺ ദ ഡാർക്ക്നെസ് റാദർ ദാൻ ഓൺ ദ ഡേ ലെങ്ത്. ഡേ ലെങ്ത് എന്തോരം ഉണ്ട് എന്നതിനേക്കാൾ ഷോർട്ട് ഡേ പ്ലാന്റ്സ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഡാർക്ക്നെസ് എന്തോരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ ജനറൽ ദ ഫോളോയിങ് റെസ്പോൺസസ് ആർ കോമൺ. കുറച്ച് റെസ്പോൺസസ് കോമൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് ഡയഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 8 hours ലൈറ്റ്, അതായത് വളരെ കുറച്ച് എമൗണ്ടാണ് ലൈറ്റ് കിട്ടുന്നുള്ളൂ. കൂടുതൽ ഇതിൽ നമുക്ക് ഡാർക്ക്നെസ് ആണ് കിട്ടുന്നത്. ആ സമയത്ത് ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആകുമ്പോൾ ഫ്ലവർ ചെയ്യും, കാരണം അവർക്ക് ലൈറ്റ് പീരീഡ് കുറച്ച് മതി, ഡാർക്ക് പീരീഡാണ് കൂടുതൽ വേണ്ടത്. സോ അവർ ഫ്ലവർ ഫോം ചെയ്യും.
അതാണ് ഇവിടെ ഫസ്റ്റ് ഫിഗർ 1 എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഫ്ലവറിങ് ഒക്കേഴ്സ് വെൻ ദ ഡാർക്ക് പീരീഡ് ഇസ് അൺഇൻറ്ററപ്റ്റഡ് ആൻഡ് ലോങ്ങർ ദാൻ ദ ക്രിറ്റിക്കൽ ഡേ ലെങ്ത്. ഫ്ലവറിങ് നടക്കുന്നത് ഡാർക്ക് പീരീഡിന് ഒരു ഇൻട്രപ്ഷൻ വരുന്നുമില്ല, അതുപോലെ ഡാർക്ക് പീരീഡ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കൂടുതൽ ലോങ് ആണ് എങ്കിൽ ഫ്ലവറിങ് നടക്കും. ഇനി സെക്കൻഡ് നോക്കിയേ, നോ ഫ്ലവറിങ് ഒക്കേഴ്സ് വെൻ ദ ഡ്യൂറേഷൻ ഓഫ് ഡാർക്ക് പീരീഡ് ആൻഡ് ദ ലൈറ്റ് പീരീഡ് ഇസ് സെയിം. അതാണ് ഫിഗർ 2 കാണിച്ചേക്കുന്നത്. 12 hours നോക്കി. രണ്ടാമത്തത് നോക്കി, 12 hours ഓഫ് ലൈറ്റും 12 hours ഓഫ് ഡാർക്ക്നെസ്സും തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതായത് സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് പീരീഡും സെയിം എമൗണ്ട് ഓഫ് ഡാർക്ക് പീരീഡുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഫ്ലവറിങ് നടക്കില്ല, ഫ്ലവറിങ് കുറവായിരിക്കും. അതാണ് സെക്കൻഡ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. തേർഡ് ഇതോ, നോ ഫ്ലവറിങ് ഒക്കേഴ്സ് വെൻ ദ ഡാർക്ക് പീരീഡ് ഇസ് ഷോർട്ടർ ദാൻ ദ ക്രിറ്റിക്കൽ ഡേ ലെങ്ത്. ഫ്ലവറിങ് നടക്കില്ല ഡാർക്ക് പീരീഡ് വളരെ കുറവാണെങ്കിൽ. തേർഡ് ഇത് നോക്കി, തേർഡ് ഇതിനകത്ത് നമുക്ക് കാണാം 16 hours ഓഫ് ലൈറ്റും 8 hours ഓഫ് ഡാർക്ക്നെസ്സും മാത്രം 8 hours ഓഫ് ഡാർക്ക്നെസ്സ് മാത്രമാണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഡാർക്ക്നെസ് കിട്ടുന്ന വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ടൈമിന് മാത്രമാണ്. ലൈറ്റ് പീരീഡാണ് കൂടുതലായിട്ടും കൊടുത്തേക്കുന്നത്. അന്നേരവും ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവർ ഫോം ചെയ്യില്ല. നെക്സ്റ്റ് ഫോർത്ത് നോക്കി, നോ ഫ്ലവറിങ് ഓക്കേഴ്സ് ഇഫ് ഡിം ലൈറ്റ് ഇസ് പ്രസൻറ്റ് ഡ്യൂറിങ് ദ ഡാർക്ക് പീരീഡ്. ഫോർത്ത് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാം 8 hours നല്ല ലൈറ്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു 8 hours ഡിം ലൈറ്റ് കൊടുത്തു, പിന്നെ ഒരു 8 hours ഡാർക്ക്നെസ്സും പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇടയ്ക്കൊരു ഡിം ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഫ്ലവറിങ് നടക്കില്ല. ഇനി ഫിഫ്ത്ത് ഡയഗ്രം നോക്കിയേ, 8 hours ലൈറ്റ് പീരീഡ് പ്രൊവൈഡ് ചെയ്തു, 16 hours ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഇടയ്ക്കൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു. ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഡാർക്ക് പീരീഡിന് ഇടയ്ക്ക് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ഫ്ലവറിങ് നടന്നില്ല. അതാണ് ഫിഫ്ത്ത് ഇതിനകത്ത്. ഫിഫ്ത്ത് നോക്കിയേ, നോ ഫ്ലവറിങ് ഓക്കേഴ്സ് വെൻ ദ ലോങ്ങർ ഡാർക്ക് പീരീഡ് ഇസ് ഇൻറ്ററപ്റ്റഡ് മിഡ് വേ ബൈ എ സിംഗിൾ ഫ്ലാഷ് ഓഫ് ബ്രൈറ്റ് ഓർ ഡിം ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റോ ഡിം ലൈറ്റോ എന്തോ നമ്മൾ ആ ഡാർക്ക് പീരീഡിന് ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ ഡാർക്ക് പീരീഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനിടയ്ക്ക് നമ്മളൊരു ചെറിയ ഫ്ലാഷ് ഓഫ് ബ്രൈറ്റോ ഡിം ലൈറ്റോ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഫ്ലവറിങ് നടക്കില്ല. അതാണ് ഫിഫ്ത്തിനകത്ത് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കി, സിക്സ്ത്തിനകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ സിക്സ്ത്തിനകത്ത് എ നോക്കി, 8 hours ഓഫ് ലൈറ്റ് പീരീഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്ക് പീരീഡ് തുടക്കത്തിൽ തന്നെ, ഡാർക്ക് പീരീഡ് തുടങ്ങുമ്പോഴാണ് നമ്മളൊരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഫ്ലവറിങ് നടക്കും. അതുപോലെ തന്നെ സിക്സിൻ്റെ ബി ഡയഗ്രം നോക്കി, 8 hours ഓഫ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 16 hours ഓഫ് ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ആ ഡാർക്ക് പീരീഡ് എൻഡ് ചെയ്യാൻ നേരമായപ്പം നമ്മളൊരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു. ഈ രണ്ട് കേസിനകത്തും ഫ്ലവറിങ് നടന്നു. ഫ്ലവറിങ് occurs when the longer dark period is interrupted by a single flash of light either at the beginning or towards the end. ഫ്ലവറിങ് നടക്കും നമ്മൾ ഈ ലോങ്ങർ ആയിട്ടുള്ള ഡാർക്ക് പീരീഡിൻ്റെ ഒന്നല്ലെങ്കിൽ തുടക്കത്തിലോ അല്ലെങ്കിൽ ആ ഡാർക്ക് പീരീഡ് തീരാൻ നേരത്തോ നമ്മളൊരു സിംഗിൾ ഫ്ലാഷ് ഓഫ് ലൈറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഫ്ലവറിങ് നടക്കും. ഇനി നെക്സ്റ്റ് നോക്കി, 7th വൺ നോക്കി, 4 hours ഓഫ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, 8 hours ഓഫ് ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്തു, വീണ്ടും 4 hours ഓഫ് ബ്രൈറ്റ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, പിന്നെ 8 hours ഓഫ് ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഫ്ലവറിങ് നടക്കില്ല. നോ ഫ്ലവറിങ് occurs ഡ്യൂറിങ് ഓൾട്ടർനേറ്റിംഗ് സൈക്കിൾസ് ഓഫ് ഷോർട്ട് ലൈറ്റ് പീരീഡ്സ് ആൻഡ് ലോങ് ഡാർക്ക് പീരീഡ്സ്. ഷോർട്ടായിട്ടുള്ള ലൈറ്റ് പീരീഡാണ് കൊടുത്തോളൂ, ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഡാർക്ക് പീരീഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെറിയൊരു ലൈറ്റ് പീരീഡ് കൊടുത്തു, പിന്നെ നമ്മൾ വലിയൊരു ഡാർക്ക് കൊടുത്തു, പിന്നെ ഒരു ചെറിയ ലൈറ്റ് പീരീഡ് കൊടുത്തു, പിന്നെ ഡാർക്ക്നെസ് കൊടുത്തു. പക്ഷേ എന്നാലും ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് നടക്കില്ല. നോക്കി അടുത്ത ലാസ്റ്റ് വൺ നോക്കി, ലാസ്റ്റ് വണ്ണിനകത്ത് നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക്നെസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അന്നേരം ഫ്ലവറിങ് നടക്കും. ഫ്ലവറിങ് occurs in continuous darkness if sucrose is administered to plants. സൂക്രോസ് പ്ലാന്റ്സിനകത്തേക്ക് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഫ്ലവറിങ് നടക്കും. നെക്സ്റ്റ് ആണ് ഫ്ലവറിങ് റെസ്പോൺസസ് ഓഫ് ലോങ് ഡേ പ്ലാന്റ്സ്. ജസ്റ്റ് as short day plants, long day plants also exhibit different flowering behaviors responses to the relative length of dark period. The commonest flowering response among long day plants are the following. ഷോർട്ട് ഡേ പ്ലാന്റ്സ് പോലെ തന്നെ ലോങ് ഡേ പ്ലാന്റ്സും ഡിഫറെൻറ്റ് ഫ്ലവറിങ് ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട് റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡാർക്ക് പീരീഡിനോട്. കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ലോങ് ഡേ പ്ലാന്റ്സിനായിട്ടുള്ള
കോമണസ്റ്റ് ആയിട്ടുള്ള ഫ്ലവറിങ് റെസ്പോൺസസിന് എക്സാമ്പിൾസ് ആണ് താഴെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫ്ലവറിങ് occurs when the dark period is uninterrupted and shorter than the critical day length. ഇവിടെ നോക്കിയേ, ഫ്ലവറിങ് നടക്കും, ഡാർക്ക് പീരീഡ് അൺഇൻറ്ററപ്റ്റഡ് ആണ്, അത് ഷോർട്ടർ ആണ് എങ്കിലും ഡേ ലൈറ്റ്, അതായത് ലൈറ്റ് പീരീഡ് ആണ് കൂടുതൽ കൊടുത്തേക്കുന്നത്, ഡാർക്ക് പീരീഡ് കുറവാണ് എങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് നടക്കും. ഇനി നേരെ തിരിച്ചാണ്, ലൈറ്റ് വളരെ കുറവും ഡാർക്ക് പീരീഡ്, സെക്കൻഡ് ഡയഗ്രം നോക്കി അറിയാം, ലൈറ്റ് വളരെ കുറവും ഡാർക്ക് പീരീഡ് നന്നായിട്ടും കൊടുക്കുകയാണ് എങ്കിൽ ഫ്ലവറിങ് നടക്കില്ല. തേർഡ് ഡയഗ്രാം നോക്കി, ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് തന്നെ നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് പീരീഡാണ് പ്രൊവൈഡ് ചെയ്തോളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ എമൗണ്ട് ഓഫ് ഡാർക്ക് പീരീഡ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഈ ഡാർക്ക് പീരീഡിന് ഇടയ്ക്ക് നമ്മളൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, നടുക്കായിട്ട് നമ്മളൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്താലും ഫ്ലവറിങ് നടക്കും. പിന്നത്തെ ഫോർത്ത് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമ്മൾ കുറച്ച് നേരം ലൈറ്റ് കൊടുത്തു, 8 hours നമ്മൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, പിന്നെ നമ്മൾ 4 hours ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്തു, വീണ്ടും 8 hours ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, വീണ്ടും 4 hours നമ്മൾ ഡാർക്ക്നെസ് പ്രൊവൈഡ് ചെയ്തു. അതായത് ഇവിടെ ലൈറ്റ് പീരീഡ് നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തു, പക്ഷേ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്, അന്നേരവും ഫ്ലവറിങ് നടക്കും ലോങ് ഡേ പ്ലാന്റ്സ് ആണ് എങ്കിൽ. നെക്സ്റ്റ് നോക്കിയേ, ആദ്യം കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ്, 4 hours ഓഫ് ലൈറ്റ്, 2 hours ഓഫ് ഡാർക്ക്നെസ്, വീണ്ടും 4 hours ഓഫ് ലൈറ്റ്, 2 hours ഓഫ് ഡാർക്ക്നെസ്, 4 hours ഓഫ് ലൈറ്റ്, 2 hours ഓഫ് ഡാർക്ക്നെസ്, അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്തപ്പോഴും ഫ്ലവറിങ് നടന്നു. കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തപ്പോഴും ഫ്ലവറിങ് നടന്നു. അതാണ് ഫ്ലവറിങ് റെസ്പോൺസസ് ഓഫ് ലോങ് ഡേ പ്ലാന്റ്സ്. ഇനി എഴുതിയേക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലവറിങ് occurs when the dark period is uninterrupted and shorter than the critical day length. ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കുറവാണ് ഡാർക്ക് പീരീഡ്, അതുപോലെ ഡാർക്ക് പീരീഡ് അൺഇൻറ്ററപ്റ്റഡ് ആണ് എങ്കിലും ഫ്ലവറിങ് നടക്കും. നോ ഫ്ലവറിങ് occurs when the dark period is longer than the critical day length. ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കൂടുതലാണ് ഡാർക്ക് പീരീഡ് എങ്കിൽ ഫ്ലവറിങ് നടക്കില്ല. ഫ്ലവറിങ് occurs even under short day conditions. The longer dark period is interrupted by a ബ്രീഫ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഡാർക്ക് പീരീഡ് ആയിരുന്നു കൂടുതൽ, പക്ഷേ അതിനിടയ്ക്കൊരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഫ്ലവറിങ് നടക്കും. ഫ്ലവറിങ് occurs during shorter photo periods if they are followed by still shorter dark periods. ഇനി ഫ്ലവറിങ് ഷോർട്ടർ ആയിട്ടുള്ള ഫോട്ടോ പീരീഡ്സിനകത്ത്, അതായത് നമ്മൾ ഷോർട്ടായിട്ടുള്ള ഡാർക്ക് പീരീഡ്സ് ആണ് കൊടുക്കുന്നത്, ലോങ് ആയിട്ടുള്ള ലൈറ്റ് പീരീഡ്സിന് ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അന്നേരവും ഫ്ലവറിങ് നടക്കും. ഫ്ലവറിങ് മാക്സിമം ആണ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമ്മൾ ഫോട്ടോ പീരീഡ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിങ് മാക്സിമം റേറ്റിലും നടക്കും. ഇത്രയാണ് നമ്മൾ ഈ ഡയഗ്രത്തിനകത്ത് പറഞ്ഞത്. The differences between short day plants and long day plants. Short day plants നമ്മൾ പറഞ്ഞു, ഫോട്ടോ പീരീഡ് ഷോർട്ടർ ദാൻ ദ ക്രിറ്റിക്കൽ ഡേ ലെങ്ത് ഇസ് റിക്വയർഡ് ഫോർ ഫ്ലവറിങ്. ഫോട്ടോ പീരീഡ് ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കുറച്ച് ഫോട്ടോ പീരീഡ് മതി ഫ്ലവറിങ് നടക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത്. ലോങ് ഡേ പ്ലാന്റ്സ് ആണെങ്കിൽ നേരെ തിരിച്ച്, ലോങ്ങർ ഫോട്ടോ പീരീഡ് ആണ്, ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഫോട്ടോ പീരീഡ് കിട്ടിയാൽ മാത്രമാണ് ഫ്ലവറിങ് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കിയാൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഇൻറ്ററപ്ഷൻ ഓഫ് ഫോട്ടോ പീരീഡ് ഇൻഹിബിറ്റ്സ് ഫ്ലവറിങ്. നമ്മൾ ഫോട്ടോ പീരീഡിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യും. ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഫോട്ടോ പീരീഡിനെ നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്താലും അത് ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യില്ല. തേർഡ് പോയിന്റ് പറയുന്നത്, ഡാർക്ക് പീരീഡ് ലോങ്ങർ ദാൻ ദ ക്രിറ്റിക്കൽ ഡേ ലെങ്ത് ഇസ് റിക്വയർഡ് ഫോർ ഫ്ലവറിങ്. ഡാർക്ക് പീരീഡ് ആണ് വേണ്ടത്, ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഡാർക്ക് പീരീഡ് ഉണ്ടെങ്കിലാണ് ഫ്ലവറിങ് നടക്കുകയുള്ളൂ. മറ്റേ ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് നമ്മൾ പറയുന്നത് ഡാർക്ക് പീരീഡ് ഷോർട്ടർ ദാൻ ദ ക്രിറ്റിക്കൽ ഡേ ലെങ്ത് ഇസ് റിക്വയർഡ് ഫോർ ഫ്ലവറിങ്. ഡാർക്ക് പീരീഡ് ക്രിറ്റിക്കൽ ഡേ ലെങ്ത്തിനേക്കാൾ കുറവുള്ള ഡാർക്ക് പീരീഡാണ് നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടത്. No flowering occurs when the dark period is interrupted midway by a brief interrupted by a flash of light. ഫ്ലവറിങ് നടക്കില്ല, ഡാർക്ക് പീരീഡ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് വെച്ച് ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവറിങ് നടക്കില്ല. ഡാർക്ക് പീരീഡിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് വന്നാൽ പോലും ഫ്ലവറിങ് നടക്കില്ല. പക്ഷേ ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഡാർക്ക് പീരീഡിന് ഇടയ്ക്ക് ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് ലൈറ്റ് വന്നാലും ഫ്ലവറിങ് നടക്കും. No flowering occurs during alternating cycles of short light periods and long dark periods. ഫ്ലവറിങ് നടക്കില്ല, നമ്മൾ ചെറിയ ലൈറ്റ് പീരീഡുകളും ലോങ് ആയിട്ടുള്ള ഡാർക്ക് പീരീഡ്സ് വെച്ച് ഓൾട്ടർനേറ്റ് ചെയ്താലും ഫ്ലവറിങ് നടക്കില്ല. ലോങ് ഡേ പ്ലാന്റ്സിലാണ് എങ്കിൽ ഫ്ലവറിങ് നടക്കും. ഷോർട്ട് ലൈറ്റ് പീരീഡും ലോങ് ഡാർക്ക് പീരീഡ് ആണ് എങ്കിലും ഫ്ലവറിങ്
നടക്കും ലോങ് ഡേ പ്ലാന്റ്സിനകത്ത്. റോൾ ഓഫ് ലൈറ്റ് ഇൻ ഫ്ലവറിങ്. നെക്സ്റ്റ് ഇതാണ് റോൾ ഓഫ് ലൈറ്റ് ഇൻ ഫ്ലവറിങ്. നൈറ്റ് ബ്രേക്ക് ഓർ നൈറ്റ് ഇൻറ്ററപ്ഷൻ എക്സ്പെരിമെൻറ്റ്സ് ഹാവ് റിവീൽഡ് ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ ഇലൂമിനേറ്റിംഗ് ലൈറ്റ് ക്യാൻ കൺട്രോൾ ഫ്ലവറിങ്. നൈറ്റ് ബ്രേക്ക് അല്ലെങ്കിൽ നൈറ്റ് ഇൻറ്ററപ്ഷൻ എക്സ്പെരിമെൻറ്റ്സ് വെച്ച് നമുക്ക് മനസ്സിലായി ഇലൂമിനേറ്റിംഗ് ലൈറ്റിൻ്റെ ക്വാളിറ്റി ആക്ച്വലി ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. It has also been shown that red light inhibits flowering and far red light induces flowering. റെഡ് ലൈറ്റ് ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യും, ഫാർ റെഡ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് റെഡ് ഫാർ റെഡ് റിവേഴ്സിബിൾ ഫോട്ടോ റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ റെഡ് ഫാർ റെഡ് റിവേഴ്സിബിൾ ഫോട്ടോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലവറിങ് റെസ്പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ലൈറ്റ് ഓഫ് ദ ലാസ്റ്റ് എക്സ്പോഷർ. ലാസ്റ്റ് എക്സ്പോസ് ചെയ്ത ആ ലൈറ്റിൻ്റെ ക്വാളിറ്റിയാണ് ആക്ച്വലി ഫ്ലവറിങ് റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ seed germination. If the last exposure is to red light, no flowering could occur, and if it is to far red light, flowering may occur. ലാസ്റ്റ് നമ്മൾ എക്സ്പോസ് ചെയ്തത് പ്ലാന്റിനെ എക്സ്പോസ് ചെയ്ത റെഡ് ലൈറ്റും ആയിട്ടാണ് എങ്കിൽ ഫ്ലവറിങ് നടക്കില്ല. ലാസ്റ്റ് എക്സ്പോസ് ചെയ്ത ഫാർ റെഡ് ലൈറ്റും ആണ് എങ്കിൽ അവിടെ ഫ്ലവറിങ് നടക്കും. കാരണം റെഡ് ലൈറ്റ് ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതല്ല, ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ഫാർ റെഡ് ലൈറ്റാണ് ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ആദ്യത്തെ ഇതിനകത്ത് നമ്മൾ റെഡ് ലൈറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്തുള്ളൂ, അന്നേരം ഫ്ലവറിങ് നടക്കില്ല. പിന്നത്തേനകത്ത് നോക്കി ഫാർ റെഡ് ലൈറ്റ്, FR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർ റെഡ് ലൈറ്റ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ലൈറ്റ്. ഫാർ റെഡ് ലൈറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫ്ലവറിങ് നടന്നു. ഇനി അടുത്തതിനകത്ത് നോക്കി തേർഡ് ഇതിനകത്ത് നമ്മൾ ആദ്യം റെഡ് ലൈറ്റ് കൊടുത്തു, പിന്നെ നമ്മൾ ഫാർ റെഡ് ലൈറ്റ് കൊടുത്തു. ഏറ്റവും അവസാനം കൊടുത്ത ഏത് സാധനമായിരുന്നു? അപ്പോൾ അതിനകത്ത് ഫാർ റെഡ് ലൈറ്റ്, അപ്പോൾ ഫ്ലവറിങ് നടന്നു. ഇനി നെക്സ്റ്റ് നോക്കി ഫാർ റെഡ് ലൈറ്റും റെഡ് ലൈറ്റും ആയിരുന്നു. അപ്പോൾ ആദ്യം ഫാർ റെഡ് ലൈറ്റും പിന്നെ റെഡ് ലൈറ്റ് കൊടുത്തത്, അവസാനം റെഡ് ലൈറ്റാണ് കൊടുത്തത്, അതുകൊണ്ട് ഫ്ലവറിങ് നടന്നില്ല. നെക്സ്റ്റ് നോക്കി റെഡ് ലൈറ്റ്, ഫാർ റെഡ് ലൈറ്റ്, റെഡ് ലൈറ്റ്. അപ്പോൾ ഏറ്റവും അവസാനം കൊടുത്തത് റെഡ് ലൈറ്റാണ്, അതുകൊണ്ട് ഫ്ലവറിങ് നടന്നില്ല. അപ്പോൾ എപ്പോഴാണോ ഏറ്റവും അവസാനം വരുന്നതാണ് ആക്ച്വലി ഫ്ലവറിങ് നടക്കുമോ നടക്കില്ലയോ എന്ന് തീരുമാനിക്കണം. ഏറ്റവും അവസാനം റെഡ് ലൈറ്റാണ് വന്നെങ്കിൽ അവിടെ ഫ്ലവറിങ് നടക്കില്ല. ഫാർ റെഡ് ലൈറ്റാണ് വന്നെങ്കിൽ അവിടെ ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യും. നോക്കിയേ ലാസ്റ്റ് വൺ നോക്കിയേ, റെഡ് പ്ലസ് ഫാർ റെഡ് ലൈറ്റ്, പിന്നെ റെഡ് പ്ലസ് ഫാർ റെഡ് ലൈറ്റ്. ഫാർ റെഡ് ലൈറ്റ് അവസാനം വന്നേ, സോ അവിടെ ഫ്ലവറിങ് നടന്നു. നെക്സ്റ്റ് ഇതാണ് ടോപ്പിക്കാണ് റോൾ ഓഫ് phytochrome in flowering. It has been shown that a photoreversible pigment called phytochrome is involved in the initiation of flowering in plants. ഒരു ഫോട്ടോ റിവേഴ്സിബിൾ ആയിട്ടുള്ള പിഗ്മെൻ്റ് ആയിട്ടുള്ള ഫൈറ്റോക്രോം സാധാരണയായിട്ട് ഫ്ലവറിങ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ്സിനകത്ത് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഫൈറ്റോക്രോം ഇസ് എ ബ്ലൂയിഷ് bile protein that can exist in two interconvertible forms, namely PR and PFR. ഫൈറ്റോക്രോം എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. അതിൻ്റെ രണ്ട് ഇൻ്റർകൺവേർട്ടബിൾ ഫോംസ് ആണുള്ളത്, PRും PFRും. അതായത് ഫൈറ്റോക്രോം റെഡും ഫൈറ്റോക്രോം ഫാർ റെഡും. PR form of phytochrome is bluish green in color and it absorbs red light 660 nanometer and becomes a PFR form. PR ഫോം എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് ഗ്രീൻ ഇൻ കളറാണ്, അത് റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട്, അതാണ് ഞാനിവിടെ ഡയഗ്രം ആയിട്ട് കാണിച്ചേക്കണം. PR ഫോം റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് PFR ഫോമായിട്ട് മാറും. PFR ഫോമാണ് ആക്റ്റീവായിട്ടുള്ള ഫോം. ഇനി PFR ഫോം എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ കളറാണ്, അത് ഫാർ റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ചെയ്യും. 730 നാനോമീറ്റർ ഉള്ള ഫാർ റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് തിരിച്ച് PR ഫോമുമായിട്ട് മാറും. അണ്ടർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക്നെസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ PFR ഫോം എല്ലാം ഗ്രാജുവലായിട്ട് PR ഫോമായിട്ട് മാറും. ഇതാണ് ഇവിടെ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ PR ഫോമിന് റെഡ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ PFR ഫോമായിട്ട് മാറും. PFR ഫോമിന് ഫാർ റെഡ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് PR ഫോമുമായിട്ട് മാറും. ഇനി കണ്ടിന്യൂസ് ഡാർക്ക്നെസ് ആണ് എങ്കിൽ PFR ഫോമുകളെല്ലാം തന്നെ PR ഫോമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. In short day plants, at the end of light period, most of the phytochrome is converted to PFR form. ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ലൈറ്റ് പീരീഡ് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം മോസ്റ്റ് ഓഫ് ദ ഫൈറ്റോക്രോമും PR ഫോമിലിരിക്കുന്ന എല്ലാം തന്നെ PFR ഫോമിലോട്ട് കൺവേർട്ടഡ് ആവും. ഇനി ലോങ് ഡേ പ്ലാന്റ്സിനകത്താണെങ്കിലോ PFR ഫോമിനെയെല്ലാം PR ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും, വിച്ച് പ്രൊമോട്ട്സ് ദ ഇനീഷ്യേഷൻ ഓഫ് ഫ്ലവറിങ് സ്റ്റിമുലസിൻ്റെ ഇനീഷ്യേഷൻ അങ്ങനെയാണ് ലോങ് ഡാർക്ക് പീരീഡിനകത്ത് നടക്കുന്നത്.
ഇത് ആക്ച്വലി ഷോർട്ട് ഡേ പ്ലാന്റ്സിനെ വെച്ചാൽ പറയുന്നത്. ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ലൈറ്റ് പീരീഡ് എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്ക PR ഫോമിലുള്ളതും PFR ഫോമിലായിട്ട് മാറും. അതുപോലെ ലോങ് ഡാർക്ക് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പം PFR ഫോമിലെല്ലാം തിരിച്ച് PR ഫോമിലോട്ട് മാറും. അതാണ് ആക്ച്വലി ഫ്ലവറിങ്ങിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇനി ലോങ് ഡാർക്ക് പീരീഡ്, ഇഫ് ദ ലോങ് ഡാർക്ക് പീരീഡ് ഇസ് ഇൻറ്ററപ്റ്റഡ് വിത്ത് റെഡ് ലൈറ്റ്, ഇനി ലോങ് ആയിട്ടുള്ള ഡാർക്ക് പീരീഡിനെ നമ്മൾ റെഡ് ലൈറ്റ് വെച്ച് ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PR ഫോം എല്ലാം PFR ഫോമായിട്ട് മാറും. അത് ഫ്ലവറിങ് സ്റ്റിമുലസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഷോർട്ട് ഡേ പ്ലാന്റ്സിൻ്റെ കേസിലാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ലൈറ്റ് പീരീഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലൈറ്റ് പീരീഡ് തീരാറായി കഴിയുമ്പോഴത്തേക്കും PR ഫോമുകളെല്ലാം PFR ഫോമായിട്ട് മാറും. ഇനി ഡാർക്ക് പീരീഡ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ PFR ഫോമുകളെല്ലാം തിരിച്ച് PR ഫോമായിട്ട് മാറും. അത് ആക്ച്വലി ഫ്ലവറിങ്ങിനെ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ലോങ് ഡാർക്ക് പീരീഡിനിടയ്ക്ക് ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് റെഡ് ലൈറ്റ് വന്നാൽ പോലും PR ഫോമുകളെല്ലാം PFR ഫോമായിട്ട് മാറും. അത് ഫ്ലവറിങ് സ്റ്റിമുലസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് PFR ഫോം ഓഫ് ഫൈറ്റോക്രോം ആണ്. ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ ലോങ് ലൈറ്റ് ഫേവേഴ്സ് എ കൺവേർഷൻ ഓഫ് PR ഫോം ടു PFR ഫോം. ലോങ് ലൈറ്റ് പീരീഡ് അവിടെ ഫേവർ ചെയ്യണത് PR ഫോമിനെ PFR ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഇഫ് ദ ഡാർക്ക് പീരീഡ് ഇസ് ഗ്രേറ്റർ, ഡാർക്ക് പീരീഡാണ് കൂടുതലെങ്കിൽ PFR ഫോമിന് തിരിച്ച് PR ഫോമായിട്ട് മാറും. അത് ആക്ച്വലി ഫ്ലവറിങ് സ്റ്റിമുലസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. It can therefore be concluded that flowering in short day plants is promoted by the PR form and inhibited by the PFR forms. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും, ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് പ്രൊമോട്ട് ചെയ്യുന്നത് PR ഫോമും ഇൻഹിബിറ്റ് ചെയ്യുന്ന PFR ഫോമുമാണ്. ബട്ട് ഇൻ ലോങ് ഡേ പ്ലാന്റ്സ് ഫ്ലവറിങ് ഇസ് പ്രൊമോട്ടഡ് ബൈ PFR ഫോം ആൻഡ് ഇൻഹിബിറ്റഡ് ബൈ PR ഫോം. ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് നേരെ തിരിച്ചാണ്, ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണത് PFR ഫോമും ഇൻഹിബിറ്റ് ചെയ്യണത് PR ഫോമുമാണ്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, PR ഫോം ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് PR ഫോമാണ് ആക്ച്വലി ഫ്ലവറിങ് ഹോർമോൺ ആയിട്ടുള്ള ഫ്ലോറിജനെ ആക്ടിവേറ്റ് ചെയ്യണത്. അങ്ങനെ ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യണത് ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് PR ഫോമാണ്. ഇനി PFR ഫോമാണ് ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലോറിജനെ ആക്ടിവേറ്റ് ചെയ്യണത്. ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യണത് PFR ഫോമാണ് ലോങ് ഡേ പ്ലാന്റ്സിനകത്ത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫ്ലവറിങ് സ്റ്റിമുലസ്, ദ കോൺസെപ്റ്റ് ഓഫ് florigen. It has been suggested by several workers that a flower producing stimulus is formed in the leaves and then conveyed to meristems. പല വർക്കേഴ്സും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലവർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സ്റ്റിമുലസ് ലീവ്സിനകത്ത് ഫോം ചെയ്യും, എന്നിട്ട് അത് മെരിസ്റ്റംസിനകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. Chalkian proposed a floral hormone called florigen is synthesized in the leaves under favorable photoperiodic conditions. This hormone is transmitted to the growing point where flowering occurs. ചാലക്യൻ പറഞ്ഞത് ഒരു ഫ്ലോറൽ ഹോർമോൺ ആയിട്ടുള്ള ഫ്ലോറിജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ലീവ്സ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള ഫോട്ടോ പീരിയോഡിക് കണ്ടീഷൻസ് ആണ് എങ്കിൽ ആ സമയത്ത് ലീവ്സ് ഫ്ലോറിജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണാണ് ആക്ച്വലി ഗ്രോയിങ് പോയിൻറ്റ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫ്ലവറിങ് നടക്കാൻ വേണ്ടിയിട്ട്. ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്സ് വെർ റേസ്ഡ് ഇൻ സപ്പോർട്ട് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഫ്ലോറൽ ഹോർമോൺ. ഫ്ലോറൽ ഹോർമോൺ ഉണ്ട് എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറേയധികം ആർഗ്യുമെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതാണ്, photoperiodic stimulus is perceived by leaves and it may be transmitted from a single leaf or from a single branch to another branch or across a graft union. photoperiodic stimulus ആദ്യം പെർസീവ് ചെയ്യുന്ന ലീവ്സ് ആണ്. അതൊരു സിംഗിൾ ലീഫിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് അനദർ ബ്രാഞ്ചിലോട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റ് യൂണിയൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാറുണ്ട്. ദ ട്രാൻസ്പോർട്ട് ഓഫ് സ്റ്റിമുലസ് ഒക്കേഴ്സ് ത്രൂ ലിവിങ് ടിഷ്യൂസ്, പോസിബിളി ത്രൂ ഫ്ലോയം. സ്റ്റിമുലസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ലിവിങ് ടിഷ്യൂസ് വഴിയാണ്, മിക്കവാറും ഫ്ലോയം വഴിയാണ്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ഫ്ലവറിങ് സ്റ്റിമുലസ് സിമിലർ ഇൻ ബോത്ത് ഷോർട്ട് ഡേ ആൻഡ് ലോങ് ഡേ പ്ലാന്റ്. ഷോർട്ട് ഡേ പ്ലാന്റ് ആയിക്കോട്ടെ ലോങ് ഡേ പ്ലാന്റ് ആയിക്കോട്ടെ ഫ്ലവറിങ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് സിമിലർ ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് ഫ്ലോറിജൻ സ്റ്റിൽ ലാക്സ് എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് സിൻസ് സച്ച് എ ഫ്ലവറിങ് ഹോർമോൺ ഹാസ് നോട്ട് ബീൻ ഐസൊലേറ്റഡ് സോ ഫാർ. ഈ ഫ്ലോറിജൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് ഇപ്പോഴും നമുക്ക് എക്സ്പെരിമെൻ്റൽ എവിഡൻസുകളൊന്നുമില്ല. കാരണം ഇങ്ങനെയൊരു ഹോർമോണിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. Furthermore, studies have confirmed that flowering is controlled by the interaction between auxins, gibberellins, cytokinins and ethylene. ഫർദർ സ്റ്റഡീസ് വഴി നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റിയേക്കുന്ന ഫ്ലവറിങ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി ഓക്സിനും ജിബർലിൻസും സൈറ്റോകൈനിൻസും എത്തിലീൻസും എല്ലാം കൂടെ കൂടിയിട്ടാണ്. അതെല്ലാം ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്.
flowering hormones and gibberellins. The growth hormone gibberellic acid is believed to be related to the flowering hormone because gibberellic acid promotes flowering in many long day plants. ഫ്ലവറിങ് ഹോർമോണും ഗിബർലിക് ആസിഡും ആക്ച്വലി റിലേറ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം ഗിബർലിക് ആസിഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലും പല ലോങ് ഡേ പ്ലാന്റ്സിനകത്തും ഫ്ലവറിങ് നടക്കാറുണ്ട്. സിൻസ് hypothetical flowering hormone florizin has not been isolated and identified, Chalikin speculated an association between it and gibberellin. ഫ്ലവറിങ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഫ്ലോറിജനെ നമുക്ക് ഇതുവരെയായിട്ടും ഐസൊലേറ്റ് ചെയ്യാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് ചാലിക്കൻ വിചാരിച്ചിരിക്കുന്നത് എന്തോ ഒരു റിലേഷൻ ഉണ്ട് ഈ ഫ്ലവറിങ് ഹോർമോണും ഗിബർലിനും തമ്മിൽ എന്നാണ്. He suggested that there are two steps in the photoperiodic flowering response. The first step is mediated by gibberellin and the second step involves one or more flowering factors called anestins. അദ്ദേഹം പറയുന്നത് ഫോട്ടോപീരിയോഡിക് ഫ്ലവറിങ് റെസ്പോൺസ് ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് മെയിനായിട്ട് ഗിബർലിൻ ആണെങ്കിൽ ഗിബർലിക് ആസിഡ് ആണ് റോള് പ്ലേ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് വൺ ഓർ മോർ ഫ്ലവറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള അനസ്റ്റിൻസ് ആണ് റോള് പ്ലേ ചെയ്യുന്നതാണ്. അക്കോർഡിംഗ് ടു ഹിം the flowering hormone florigen consists of gibberellin and anestin. ഫ്ലവറിങ് ഹോർമോൺ ആയിട്ടുള്ള ഫ്ലോറിജൻ അത് ഗിബർലിനും ഉണ്ട് അനസ്റ്റിനും ഉണ്ട്. His theory further states that long day plants have less gibberellin and more anestins, whereas short day plants have more gibberellin and less anestins. അദ്ദേഹത്തിൻ്റെ തിയറി പിന്നെ പറയുന്ന ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ലെസ് എമൗണ്ട് ഓഫ് ഗിബർലിനും മോർ എമൗണ്ട് ഓഫ് അനസ്റ്റിനുമാണുള്ളത്. പക്ഷേ ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് മോർ എമൗണ്ട് ഓഫ് ഗിബറിലും ലെസ് എമൗണ്ട് ഓഫ് അനസ്റ്റിൻസും ആണുള്ളത്. Thus, gibberellic acid, when supplied exogenously to long day plants, promotes flowering, but it has effect when supplied to short day plants. It has less effect when supplied to short day plants. Gibberellic acid exogenous ആയിട്ട് പുറമേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ഡേ പ്ലാന്റ്സിനകത്ത് ഫ്ലവറിങ് പ്രൊമോട്ടഡ് ആവും. പക്ഷേ ഷോർട്ട് ഡേ പ്ലാന്റ്സിനകത്ത് അതിന് ലെസ് ഇഫക്റ്റ് ആണുള്ളൂ. ഹവർ ദിസ് തിയറി is still not established since anestins have not been located in plants. ഈ തിയറി നമുക്ക് ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അനസ്റ്റിൻസ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ്സിനകത്ത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാർബോഹൈഡ്രേറ്റ് നൈട്രേറ്റ് ratio, CN ratio and flowering. Kaurus and Crable has experimentally proved that there is some correlation between the levels of carbohydrate and nitrates in plants and the nature of their flowering responses. കൗറസും ക്രാബിലും എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു ഒരു റിലേഷൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റിനെയും നൈട്രേറ്റ്സിനെയും ലെവല് പ്ലാന്റ്സിനകത്തുള്ളതും അതുപോലെ ഫ്ലവറിങ് റെസ്പോൺസുകളായിട്ട്. അദ്ദേഹം 4 ലെവൽസ് ഓഫ് റിലേഷനാണ് പറഞ്ഞത്. വെരി ഹൈ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നൈട്രേറ്റ് റേഷ്യോ, അതായത് വെരി ഹൈ എമൗണ്ട് ഓഫ് CN റേഷ്യോ ആണെങ്കിൽ വെരി ലോ വെജിറ്റേറ്റീവ് ഗ്രോത്തും ഫ്ലവറിങ്ങും ആയിരിക്കും. ഹൈ എമൗണ്ട് ഓഫ് CN റേഷ്യോ ആണ് എങ്കിൽ ലോ വെജിറ്റേറ്റീവ് ഗ്രോത്തും പ്രൊഫ്യൂസ് ആയിട്ടുള്ള ഫ്ലവറിങ്ങും ആയിരിക്കും. ലോ CN റേഷ്യോ ആണെങ്കിൽ ഹൈ വെജിറ്റേറ്റീവ് ഗ്രോത്തും നോ ഫ്ലവറിങ്ങും ആയിരിക്കും. വെരി ലോ CN റേഷ്യോ ആണെങ്കിൽ വെരി ലോ വെജിറ്റേറ്റീവ് ഗ്രോത്തും നോ ഫ്ലവറിങ്ങും ആയിരിക്കും. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാർബോഹൈഡ്രേറ്റിൻ്റെയും നൈട്രേറ്റിൻ്റെയും കോൺസെൻട്രേഷനും ഫ്ലവറിങ്ങും ആയിട്ടുണ്ടെന്നാണ് ആക്ച്വലി ക്രോറസും ക്രേബിലും പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഫോട്ടോ പീരിയോഡിസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.